മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയമാണ് ഈ മാസം. അള്ളാഹു അവിടുത്തെ പൊരുത്തം ഈ സദസ്സിന് അള്ളാഹു നൽകുമാറാവട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുകയാണെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എനിക്ക് പറയാൻ കഴിയൽ വളരെ കുറവാണ്. അത്രയും ഹൃദയത്തെ വെട്ടിപ്പൊളിക്കുന്ന, കണ്ണുനീര് ചാലിപ്പിക്കുന്ന സംഭവമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്യാവശ്യം സമ്പത്തുള്ള ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ണടച്ച് വിശ്വസിച്ച മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ സ്വന്തം ജീവനേക്കാൾ ജീവനായി എന്നൊക്കെ നമ്മൾ പലതും പറയാറുണ്ട്. എനിക്ക് എന്റെ ജീവനേക്കാൾ ജീവനാണ് എന്റെ വാപ്പ, എന്റെ ജീവനേക്കാൾ ജീവനാണ് ഉമ്മ. വാപ്പക്ക് കിഡ്നി രോഗം വന്നപ്പോ കിഡ്നി കൊടുക്കാൻ തയ്യാറായ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എനിക്കും ജീവിക്കണ്ട, വാപ്പത്രൊക്കെ ജീവിച്ചില്ല. വാപ്പന്റെ ജീവനേക്കാൾ ജീവനാണ്, ഉമ്മന്റെ ജീവനേക്കാൾ ജീവനാണ്. ഉമ്മന്റെ കിഡ്നി പോയിന്, നമുക്ക് കിഡ്നി കൊടുക്കുവോ? അതിപ്പോ ഉമ്മപ്പോ അങ്ങനൊക്കെ ജീവിച്ചില്ല, ഇനിയിപ്പോ ആക്കെ ബുദ്ധിമുട്ടാണ്. ഇതാണ് നമ്മുടെ സ്നേഹം. ആ സ്ഥാനത്ത് ആ ഗുഹയിൽ മുത്തുനബി വിശ്രമിച്ചിരിക്കുമ്പോ ഇഴജന്തുക്കളൊന്നും കടിക്കരുത് എന്ന് വിചാരിച്ചിട്ട് അല്ലേ, ആ ചരിത്രം ഞാൻ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. ആ ദ്വാരങ്ങളൊക്കെ പല സംഭവങ്ങളും വെച്ച് അടച്ച് ഫുള്ള് അവസാനം ഒരു ഓട്ട ബാക്കിയുണ്ട്, അതടക്കാനൊന്നുമില്ല. അവിടുത്തെ ശരീരം വെച്ച് അടച്ചു. അതിൻ്റെ ഉള്ളിൽ നിന്നൊരു പാമ്പ് കൊത്തി. ശക്തമായ വേദന, എല്ലാവർക്കും അറിയും. ആ വേദന സഹിക്കാൻ കഴിയാതെ മുത്തുനബി മടിയിൽ കിടക്കുന്ന സമയത്ത് കടിച്ചിറക്കാൻ കഴിയാത്ത വേദന കൊണ്ട് അനങ്ങാതെ നിന്നിട്ടുണ്ടാക്കി അറിയാതെ കണ്ണിൽ നിന്ന്, കണ്ണിലെ വെള്ളം നീര് പിടിച്ചെടുക്കാൻ കഴിയില്ല. അതങ്ങനെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. ചില ആൾക്കാർ ഒന്നുമില്ല എന്നൊക്കെ പറയും, കണ്ണിന്ന് വെള്ളം ഇങ്ങനെ തുറക്കും. ആ സിസ്റ്റം തന്നെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായത്. റസൂലിനെ പാമ്പ് കൊത്തി, സ്വന്തം ശരീരത്തിൽ പാമ്പ് കൊത്തി. പക്ഷേ റസൂൽ അറിഞ്ഞ ഉണങ്ങു പോകുന്നുള്ള ബേജാറുണ്ട്. ആ സ്നേഹത്തിൽ മടിയിലും വെച്ച് ഇങ്ങനെ കിടക്കുന്നിടത്തുനിന്ന് പാമ്പ് കൊത്തിയ ശക്തമായ വേദന. ആ വേദനയിൽ അറിയാതെ കണ്ണിന്ന് വെള്ളറ്റിയപ്പോൾ അത് മുത്തുനബിന്റെ ശറഫാക്കപ്പെട്ട മേനിയിലേക്ക് അവിടെ നെട്ടി ഉണർന്നു. സിദ്ദീഖ് എന്താ സംഭവം? ഒന്നുമില്ല. ആ പാമ്പ് വർഷങ്ങളായി മുത്തുനബിനെ കാത്തിക്കാൻ അവസരം നിഷേധിച്ചതിന് പാമ്പ് കൊടുത്തതാണ് ഒരു പണി. അതും വലിയ സംഭവമാണ്. മുത്തുനബി അവിടുത്തെ ഉമിനീര് ആ മുറിവിൽ പുരട്ടി കൊടുത്ത പ്രശ്നം അവിടെ തീർത്തു. വലിയ സംഭവ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെറുതെ ഞാനും സിദ്ദീഖും സ്വർഗത്തിൽ ഒന്നിച്ചുണ്ടാവുന്ന റസൂലുള്ളാഹി പറഞ്ഞ് വെറുതെ വിചാരിച്ചോളൂ. ചെയ്ത ത്യാഗവും ആത്മാർത്ഥതയും ആത്മീയമായ മഹബത്ത് സ്നേഹവുമാണ്. അങ്ങനെ അവിടുന്ന് കഴിച്ചിലായി, അങ്ങനെ പോന്നു. എത്ര എത്ര സംഭവങ്ങൾ വാരിക്കോരി കൊടുത്തത്. അവിടുത്തെ മുഖം സഹാബത്തിന്റെ ഇടയ്ക്ക് കയറി വന്നപ്പോ മുത്തുനബിന്റെ മുഖം നായിട്ട് എന്തോ ആയി, വളരെ സങ്കടത്തോടുകൂടെ. എന്താണ് ഇസ്ലാം സ്വീകരിച്ചതിന്റെ കാരണം? അപ്പൊ ബിലാലിന്റെ കരച്ചിൽ കേട്ടിട്ട് സഹിക്കാൻ കഴിയില്ല. നമുക്ക് എന്താക്കാൻ പറ്റും? നമ്മളെ കയ്യിലൊന്നുമില്ലല്ലോ. ആ ബിലാലിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ബിലാൽ അടിമയാണ്. അപ്പൊ അത് പറഞ്ഞു, ഞാൻ രക്ഷപ്പെടുത്താം. അങ്ങനെ പോയി ആ മുതലാളി പറഞ്ഞ തൊള്ള കൊള്ളാത്ത പൈസ കൊടുത്തിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ. എന്തിനു വേണ്ടിയിട്ട്? മുത്തുനബിയെ വേദന മാറ്റാൻ വേണ്ടിയിട്ട്. ഒരു പാവപ്പെട്ട സ്വഹാബി തിന്നാനും കുടിക്കാനും ഇല്ലാത്തതിന്റെ പേരിൽ സുബഹിസ്കാരം കഴിഞ്ഞ് ഓടിപ്പോയി. ചരിത്രം വലുതാൻ ചുരുക്കി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം പറയാം. സ്കാരം കഴിഞ്ഞ് സുബഹിസ്കാരം കഴിഞ്ഞ് ഓടുന്ന സ്വഹാബിയ എന്നും ഇങ്ങനെ പോണ കണ്ടപ്പോ റസൂലുള്ളാഹി പിടിച്ചു. എന്താ നിങ്ങൾക്ക് ദുആ നിൽക്കറൊന്നും ഇല്ലേന്ന് ചോദിച്ചു. പറഞ്ഞു, ഉണ്ട്. ഞാൻ ഒരു ദിവസം ഇങ്ങനെ കുത്തിയിരുന്നപ്പോ എന്റെ കുട്ടികൾ പട്ടിണിയാണ്, വീട്ടിൽ ഒന്നുമില്ല. അപ്പോ ഞാൻ ഒരു ദിവസം ദുആ കഴിഞ്ഞ് ചെന്നപ്പോ എന്റെ കുട്ടികൾ എഴുന്നേറ്റ് ഞാൻ ചെന്നപ്പോഴേക്ക് അയൽവാസിന്റെ ഈത്തപ്പനമെന്ന് വീണം ഈത്തപ്പഴൊക്കെ എടുത്ത് തിന്ന്. നബിയെ ഹറാമല്ലേ, എന്റെ കുട്ടികൾ മോശമായി പോകൂലേ, ആരാണ്ടതല്ലേ? അപ്പൊ ഞാൻ എന്റെ കുട്ടികൾ